എത്ര എക്സ്ട്രീം ചെറ്റത്തരം കാണിച്ചിട്ടാണെങ്കിലും റീച്ച് ഉണ്ടാക്കി കണ്ടന്റ് ക്രിയേറ്റർ ആകുക എന്നുള്ള ഒരു സാധനം അതിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഒരു സ്ട്രീം അല്ലെങ്കിൽ ഒരു സ്ട്രീം കോണ്ടന്റിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോയി എന്ന് ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുള്ളത് മാർഗത്തിന് മോശമായാലും ലക്ഷ്യം നന്നായാൽ മതിയെന്നാ. ടോൾസ്റ്റോയ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓരോരുത്തർ ഫെയിമിനൊക്കെ വേണ്ടിയിട്ട് മതത്തിനെയും അതിനെയും ഇതിനെയും എല്ലാം മിക്സ് ചെയ്ത് പലസ്തീനോടുള്ള സ്നേഹം എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഡ്രാമ ഒരു കേവലം ഒരു സ്ട്രീമിംഗ് ഫെയിമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ചവെച്ചത്. ഈ പോത്തിന്റെയൊക്കെ മുമ്പിൽ അടിയറവ് പറയുന്നതിലും ഭേദം സാമാനം വെട്ടി കടലിൽ എറിഞ്ഞിട്ട് ഈ പരിപാടി നിർത്തി പോണതാണ്. മനസ്സിലായോ? എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരും. ഞാൻ രാവിലെ വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഇതാക്കി നമ്മളെ പിടികിട്ട പുള്ളി എത്തിയിട്ടുണ്ട്. ഇതെവിടെയായിരുന്നു സാർ ഇത്ര നേരം? എന്താണ് സംഭവം പറഞ്ഞോ? എന്താ പറയണ്ടേ? തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ? അല്ല ഇജെന്താ വന്നെന്തി ഇജല്ല വീട്ടിക്ക് വരും എന്നൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്താല് അതന്നത്തെ ചോരത്തിളപ്പിന്. അല്ല ഇജിന് എതിരായിട്ടൊരു വീഡിയോ ചെയ്തില്ലേനോ? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. എന്താണ് സംഭവം എന്താണ് പറയേ? ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി നിങ്ങൾ ചെയ്ത് ചെറ്റത്തരല്ല എനിക്ക് തോന്നുന്നുണ്ടോ? നീ എന്റെ മാനം കളയരുത്. നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോ ഇതൊക്കെ തന്നെ പറഞ്ഞാൽ മതി. പറട്ടെ സാർ.